ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ എപ്പിസോഡിൽ സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി വെച്ചു എന്നേ പറയാൻ പറ്റൂ. കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കുറച്ച് തുടങ്ങി വെച്ചു. എല്ലാ തരക്കാർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് പരിചയമുള്ള ആ യൂസേജുകൾ അല്ലെങ്കിൽ ആ വാക്കുകൾ പഠിപ്പിച്ചു. മനസ്സിലായോ? ഇനി അതിന് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത് എന്താ പഠിച്ചത്? ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള എന്നൊക്കെ പറയാം. പിന്നെ ഐ ആം വെരി ഹാപ്പി, എനിക്ക് വളരെ സന്തോഷമാണ്. അടുത്ത ഹാപ്പി ടു സീ യു, നിങ്ങളെ കാണുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങളെ കണ്ടതിൽ നിന്ന് വേണമെങ്കിലും പറയാം, നല്ല സന്തോഷം തോന്നുന്നു. അടുത്ത ഗ്ലാഡ് ടു മീറ്റ്, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഈച്ച് അതർ മീറ്റ് ചെയ്യണം, അതിനാണ് ഗ്ലാഡ് ടു മീറ്റ് യു. അതിലെനിക്ക് നല്ല സംതൃപ്തി ഉണ്ട്, സന്തോഷമുണ്ട്. പിന്നെന്താണ് പഠിച്ചത്? സോറി എന്ന് പറഞ്ഞാൽ ഖേദിക്കുന്നു, വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു, അതിന് പശ്ചാത്തപിക്കുന്നു. ഇതൊക്കെ സോറിന്റെ അർത്ഥം. ഐ ആം വെരി സോറി, എനിക്ക് വളരെ വിഷമം തോന്നുന്നു, എനിക്ക് വളരെ സങ്കടം തോന്നുന്നു, ഞാൻ അറിഞ്ഞുകൂടാതെ ചെയ്തു പോയ തെറ്റാണ്. അടുത്ത പ്ലീസ് പാർഡൺ മീ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് പാർഡൺ മീ. അടുത്തത് നെക്സ്റ്റ് വൺ ഈസ് ഐ ബെഗ് യുവർ പാർഡൺ, ഞാൻ നിങ്ങളോട് ക്ഷമയാചിക്കുന്നു. ഐ ബെഗ് യുവർ പാർഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളോട് ക്ഷമയാചിക്കുന്നു. അടുത്ത പ്ലീസ് എക്സ്ക്യൂസ് മീ, അതും അത് തന്നെയാണ്. ദയവായി എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് എക്സ്ക്യൂസ് മീ. ഇതൊക്കെ ആ എപ്പിസോഡ് വീണ്ടും നോക്കിയാലോ, 1, 2, 3 പ്രാവശ്യം നോക്കിയാലേ സംഗതി മനസ്സിലാവും. ഇതെല്ലാം വായ തുറന്ന് പറയണം, നാവിൽ പറഞ്ഞ് ശീലിക്കണം, ഉരുവിട്ട് പറയണം. ഒരാളെ കാണുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തറവായിരുന്നാലും എത്ര മനസ്സിലായിരുന്നാലും അത് പറയാൻ കിട്ടില്ല. അതിന് വേറെ ഉദാഹരണം പറയണത് ഗുഡ് മോർണിംഗ്. ഒരാളെ കാണുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയണമെന്ന് വിചാരിച്ചോളൂ. അത് പറഞ്ഞ് ശീലിച്ചാലേ വരുള്ളൂ. ഒരാൾ നമ്മൾ വഴിയിലെ ഫ്രണ്ടിനെയോ ഇല്ലെങ്കിൽ വേറെ വല്ല ഒപ്പം പഠിക്കണ ഫ്രണ്ടിനെയോ സ്റ്റുഡൻറ്റിനെയോ ആരെ കണ്ടാലും ഗുഡ് മോർണിംഗ് എന്ന് അവർ പറയുക അല്ലെങ്കിൽ നമ്മൾ പറയുക ചെയ്യുമ്പോൾ അത് വായ തുറന്ന് പറഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. ഇല്ല ഗുഡ് മോർണിംഗ് എന്ന് മനസ്സിലുണ്ടാവും, പറയാൻ കിട്ടില്ല. മനസ്സിലായി? അതേപോലെ താങ്ക് യു, സോറി, ഇതൊക്കെ പറഞ്ഞ് ശീലിക്കണം. അധികം പേരും പഠിച്ചവരടക്കം അത് അവരെ കുറ്റമല്ല, അവർക്ക് അറിയാഞ്ഞിട്ടല്ല. താങ്ക് യു പറഞ്ഞാൽ അവരും താങ്ക് യു എന്ന് പറയും. താങ്ക് യു എന്ന് പറഞ്ഞാൽ വെൽക്കം എന്ന് പറഞ്ഞ് ശീലമില്ല. താങ്ക് യു എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഒരു ജാതിയാവും. ഓ താങ്ക് യു പറയണു നമുക്ക് എന്ന് പറഞ്ഞാൽ താങ്ക് യു, അല്ലെങ്കിൽ എന്ന് മാത്രമാണ്. താങ്ക് യുവിൻ്റെ മറുപടി ആണോ, വെൽക്കം, സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഡസൻ മാറ്റർ. അതൊരു വലിയ കാര്യമൊന്നും അല്ല, ഞാൻ ഒരു ചെറിയ ഹെൽപ്പല്ലേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ഇറ്റ് ഡസൻ മാറ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ വെൽക്കം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തു, അതിനെ അവർ താങ്ക്സ് പറയേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ എന്താണ് വെൽക്കം എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് നിസ്സാര കാര്യമല്ലേ, ഇതിനൊന്നും. അപ്പൊ ഇറ്റ്സ് ആൾ റൈറ്റ് അങ്ങനെയും പറയാം. വെൽക്കം പറയാം, ഇറ്റ്സ് ആൾ റൈറ്റ്. ഇതെല്ലാം ഏതൊന്നും പറഞ്ഞ് ശീലിച്ചാൽ മാത്രമേ വരുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത്. വെറുതെ ഇത് മനസ്സിലാക്കി അതിനിതാണല്ലോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വായിൽ ഇംഗ്ലീഷ് വരില്ല. പറഞ്ഞ് ഇപ്പൊ ഏതുപോലെ ഒരു നാടകത്തിന് മനസ്സിലായോ? ഒരു നാടകം നമ്മൾ റിഹേഴ്സൽ എടുക്കുമ്പോൾ അതിന് ഓരോ കഥാപാത്രം പറഞ്ഞ് അവരവരുടെ ഡയലോഗ് പറഞ്ഞു പഠിക്കില്ലേ? അതുപോലെ നമ്മൾ വീട്ടിലെ റൂമിലിരുന്ന് പറഞ്ഞ് ഒരു നാടകം പോലെ ആ ഡയലോഗ് അതേ സ്റ്റൈലിൽ പറയണം. ഇല്ലാതെ വെറുതെ ഗുഡ് മോർണിംഗ് എന്നല്ല, ഹലോ ഗുഡ് മോർണിംഗ്, ഹലോ ശരിക്കും ഹലോ എന്നാണ്. അതിന് ഹലോ എന്നാക്കി. ഇനി ഹലോന്നേ മതി. ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ശീലിക്കുക. ഒരു നാടകം പോലെ, ഒരു നാടകത്തിൽ അഭിനയിക്കാൻ റിഹേഴ്സൽ എടുക്കണ പോലെ. അതുപോലെ സിനിമയിൽ അഭിനയിക്കണവർ മുഴുവൻ അങ്ങനെ റിഹേഴ്സൽ നല്ല പോലെ 10 പ്രാവശ്യം 100 പ്രാവശ്യം എടുത്തിട്ടൊക്കെയാണ്. എന്നിട്ടും അത് ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ അത്
തെറ്റി പിന്നെയും ചെയ്യേണ്ടി വരുന്നു. അതാണ് അവരുടെ മടുപ്പ്. നമ്മൾ സിനിമ ആക്ട്രസ് എന്നൊക്കെ പറയുന്നു, അവർക്ക് തീരാത്ത ബുദ്ധിമുട്ട്, വേണ്ട പ്രാക്ടീസ് കിട്ടണേ ഇല്ല. പിന്നെ എന്തൊക്കെ പറയണ, ആ കാലത്ത് ശിവാജി ഗണേശ് അദ്ദേഹം മാത്രം ഡയലോഗൊക്കെ പച്ചവളം പോലെ പറയുമ്പോഴേക്ക് മനസ്സിലാവും അത്ര താല്പര്യമുള്ള ഒരു മനുഷ്യരെ പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സിനിമാ നടന്മാരെ പറയുന്നത്, ഞാൻ പറയല്ല. മനസ്സിലായോ? അതുപോലെ നമ്മൾ ആ ഡയലോഗ് അതേപോലെ പറഞ്ഞ് ശീലിക്കുക, ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഗുഡ് മോർണിംഗ് പറയേണ്ട സമയത്ത് അതും കിട്ടില്ല, സോറി പറയേണ്ട സമയത്ത് അതും കിട്ടില്ല, വെൽക്കം പറയേണ്ട ഭാഗത്ത് ഒന്നും കിട്ടില്ല, താങ്ക്സ് പറയേണ്ട ഭാഗത്ത് ഒന്നും കിട്ടില്ല, നത്തിങ് വിൽ ഗെറ്റ്, ഒന്നും കിട്ടില്ല. അപ്പോൾ വേണ്ട പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും എനിക്ക് പറയാനുള്ളത്, പ്രാക്ടീസ് ചെയ്ത് അത് നാവിൽ പെട്ടെന്ന് തോന്നുമ്പോഴേക്ക് വരുത്തണം, നാവിൻ്റെ തുമ്പത്ത് അത് കിട്ടണം. എന്നാൽ മാത്രമേ അത് വരുള്ളൂ. ഇല്ലാതെ പെട്ടെന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞോളാം നമ്മൾ എന്നിങ്ങനെ ആലോചിക്കുമ്പോഴേക്ക് ആ സമയമൊക്കെ കഴിഞ്ഞ് അയാൾ പോയി ഉണ്ടാവും. മനസ്സിലായോ? ചിലവരൊക്കെ പണ്ട് വഴിയിൽ, എനിക്കും ചെറുപ്പം തൊട്ട് തന്നെ ഇംഗ്ലീഷിൽ ചെറിയ താല്പര്യം, നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലോ ഒന്നും പഠിക്കാനുള്ള വഴിയില്ല, സാധാരണ സ്കൂളിൽ പോകാനുള്ള ചുറ്റുപാട് ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇംഗ്ലീഷിൽ ചിലവർ പറയും ഹലോ ഹൗ ആർ യു ചോദിക്കും. അപ്പോൾ ഞാൻ പതുക്കെ നിൽക്കും. കാരണം എന്താ, ബാക്കി ഇംഗ്ലീഷ് എന്താ അവർ പറയാൻ പോകുന്നത് കേൾക്കാൻ വേണ്ടി. അടുത്ത ഡയലോഗ് ഭാര്യയ്ക്കും കുട്ടികൾക്കും സുഖം തന്നെയല്ലേ? മനസ്സിലായോ? ചോദിക്കാൻ തുടങ്ങുമ്പോൾ ബാക്കി പിന്നെ ഇംഗ്ലീഷ് പറയുന്നല്ലേ നമ്മൾ വിചാരിക്കുക, ഹലോ ഹൗ ആർ യു, ഓ വേറെ എന്തോ ഇംഗ്ലീഷ് പറയാൻ പോകുന്നു നോക്കുമ്പോൾ അടുത്ത എന്താ, പിന്നെ അടുത്ത ഇംഗ്ലീഷ് പറയാറുണ്ട്, ഭാര്യയ്ക്കും കുട്ടികൾക്കും സുഖം തന്നെയല്ലേ? മനസ്സിലായോ? പിന്നെ അവർ മലയാളത്തിൽ കണ്ടിന്യൂ ചെയ്യും. അതാണ്. അപ്പം ഹലോ ഭാര്യയെ പഠിച്ചിട്ടുള്ളൂ, അതേപോലെ വാട്ട് ഡു യു വാണ്ടേ പഠിച്ചിട്ടുള്ളൂ, അതേ കേട്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാ നമുക്ക് വാട്ട് ഡു യു വാണ്ട് മാത്രം എല്ലാവർക്കും കിട്ടണത്? അത് സ്കൂളിലും കോളേജിലും വഴിയിലുള്ള ആൾക്കാരും ശരി ഒക്കെ പറഞ്ഞ് കേട്ട് നമ്മളും വീട്ടിൽ ചിലപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് വാട്ട് ഡു യു. അല്ലാതെ വാട്ട് ഡു യു വാണ്ട് മാത്രമേ നമ്മുടെ വായിലോ വരുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഏത് നമ്മൾ പറഞ്ഞു പഠിച്ചാലും കേട്ട് പഠിച്ചാലും അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് പറയാനുള്ള ആ കപ്പാസിറ്റി, ആ എഫിഷ്യൻസി വരും. ഇവിടെ നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത് നോക്കൂ, വിഷ് യു എ ഹാപ്പി എന്ന് മാത്രമേ ഞാൻ കട്ടിങ് കൊടുക്കുകയാണ്. വിഷ് യു എ ഹാപ്പി എന്തൊക്കെ വരാ? വിഷ് യു എ ഹാപ്പി, ആദ്യത്തെ വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ, വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ എന്തി പറയാതെ എല്ലാ വയസ്സായവരും മുത്തശ്ശിമാരും മുത്തശ്ശനൊക്കെ ഇപ്പൊ ബർത്ത്ഡേ. പണ്ട് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്പലത്തിൽ പോയി വല്ല പുഷ്പാഞ്ജലിയോ അതൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് പായസം വെച്ച്, അതാണ്. ഇത് എല്ലാവരും ഇപ്പൊ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ബർത്ത്ഡേ വേണം, ഈ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവരും ഭാവം അത് സന്തോഷമായിട്ട് ചെയ്യണം. അപ്പൊ എന്താ അവിടെ നമ്മൾ പറയുന്നത്, വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ, നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ആ ബർത്ത്ഡേ ആശംസിക്കുന്നു. വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ. അതിന് പാട്ടും ഉണ്ടാക്കി ആ ഇംഗ്ലീഷുകാരെ പോലെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേക്ക് അവർ ബർത്ത്ഡേ അതങ്ങനെ കൊളവാക്കിയത് പറഞ്ഞു വരുമ്പോൾ അത് തേഞ്ഞു പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു ഭാഗത്ത് എൻ്റെ പേരക്കുട്ടീൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ പോയി, എനിക്കാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊന്നും പറഞ്ഞ് ശീലമില്ല. അവിടുത്തെ ആ മുത്തശ്ശി, മനസ്സിലായോ, മുത്തശ്ശിയുണ്ട്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാട്ടൊക്കെ പാടുന്നു. മനസ്സിലായോ? അപ്പം അതൊരു സന്തോഷം, പേരക്കുട്ടികളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അതൊരു സന്തോഷമാണ്, അതിനെ കുറ്റമല്ല പറയുന്നത്, സന്തോഷം. അപ്പം അതെന്താ, ഞാനായാലും അത് പറഞ്ഞ് ശീലിച്ചാലേ വരുള്ളൂ എന്നുള്ളതാ പറഞ്ഞു വരുന്നതേ, ഇല്ലാതെ വേറെ ഒന്നുമല്ല പറയുന്നത്. ആരായാലും അത് പറയും, നമുക്കതൊക്കെ ഒരു പറയാൻ ഷെയ്മേ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറയാൻ ഷെയ്മേ. മനസ്സിലായോ? അപ്പോൾ വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ. പിന്നെന്താ പറയാ, വിഷ് യു എ ഹാപ്പി വെഡിങ് ഡേ. വിഷ് യു എ ഹാപ്പി വെഡിങ് ഡേ. അപ്പൊ വിഷ് യു എ മോള് നോക്കും, വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ,
വിഷ് യു എ ഹാപ്പി വെഡിങ് ഡേ, എനിത്തിങ് ലൈക്ക് ദാറ്റ് യു ക്യാൻ സേ. അതുപോലെ എന്ത് വേണമെങ്കിലും പറയാം. എന്താ? വിഷ് യു എ ഹാപ്പി ജേണി, യാത്ര. വിഷ് യു എ ഹാപ്പി ജേണി. വിഷ് യു എ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വിഷ് യു എ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വിഷ് യു എ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നിങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യ ദിന ആശംസകൾ എന്നാ പറയണത്. വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ, വിഷ് യു എ ഹാപ്പി വെഡിങ് ഡേ, വിഷ് യു എ ഹാപ്പി ജേണി, വിഷ് യു എ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ അതിനെ ഏത് വേണമെങ്കിലും ഇങ്ങനെ പറയാം. വിഷു നിങ്ങൾക്ക് അത് ഹാപ്പി എന്ന് പറഞ്ഞ് അവരെ ആശംസിക്കണമെങ്കിൽ വിഷ് യു എ എന്ന് പറഞ്ഞിട്ടാ പറയാം. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ, ഇതൊക്കെ സാധാരണ എല്ലാവരും പറയാനുള്ളതാ. വിഷ് യു എ ഹാപ്പി, വിഷ് യു എ ഹാപ്പി അവിടെ പറഞ്ഞിട്ട് എന്നാലും ഒന്നും കൂടി എഴുതി. ന്യൂ ഇയർ. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ, വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ, വിഷ് യു എ ഹാപ്പി വെഡിങ് ഡേ, വിഷ് യു എ ഹാപ്പി ജേർണി, വിഷ് യു എ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ എഴുതാം. മനസ്സിലായോ? എഴുതാം, പഠിക്കാം. അതൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. എന്നിട്ടത് വായിൽ ഉരുവിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. എന്നാലേ വരുള്ളൂ. എത്ര പഠിച്ചവരായിട്ടും കാര്യമില്ല. കാരണം എന്താ? അതൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചവരെ പഠിപ്പിച്ചിട്ട് എനിക്ക് മനസ്സിലായി. എത്ര പഠിച്ചവരായാലും വായിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും വരില്ല. മനസ്സിലായി? അവരുടെ സബ്ജക്റ്റ് എക്കണോമിക്സോ കോമേഴ്സോ സ്റ്റഡീസോ മാത്സോ, മനസ്സിലായോ? കോമേഴ്സോ, ഇതൊക്കെ അവർക്ക് തറവായിട്ട് അറിയും, നല്ല ജോലി കിട്ടും, വലിയ നിലയിലെത്തും. അത് വേറെ. ഇംഗ്ലീഷ് പറഞ്ഞു പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അത് സംസാരിക്കാൻ കഴിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല, വരെയില്ല. തെറ്റി പോകും. സാധാരണ വാക്കുകൾ തന്നെ നമ്മൾ കേട്ട് ശീലിച്ചതും കണ്ടും കേട്ടും മറ്റുള്ളവർ പറയണതൊക്കെ തന്നെയാണ്. പക്ഷെ വായിൽ വരും. അത് പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഏകദേശം ഹാപ്പി എന്നുള്ളതിന് ഇങ്ങനെ ഓരോന്ന്. അതിന് സോറി എന്നുള്ളതിന് എന്തൊക്കെയോ വരിക എന്നുള്ളതാണ്. സോറി. സോറിന വിഷമിക്കുന്നു, പാശ്ചാത്തപിക്കുന്നു, സങ്കടപ്പെടുന്നു, വിഷമമുണ്ട്, അതാണ് സോറി. മനസ്സിലായോ? അപ്പൊ ഈ സോറിയിൽ എന്താ പറയാ? ഐ ആം സോറി, ഐ ആം സോറി, ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്. ഞാനിത് ഒരിക്കലും ആവർത്തിക്കില്ല. അറിയാതെ ചെയ്തു പോയി, ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. ഐ വിൽ നെവർ. വെറുതെ അത് പറഞ്ഞ് ശീലിച്ചോളൂ, വേറൊന്നുമില്ല. ഐ വിൽ എങ്ങനെ വരണമെന്നൊന്നും ആലോചിക്കാതെ വെറുതെ പറഞ്ഞ് ശീലിക്കുക. അങ്ങനെ കുറെ പറഞ്ഞ് ശീലിക്കുമ്പോൾ നാവ് വഴങ്ങി കിട്ടും. അതിനു വേണ്ടിയിട്ടാ, വേറൊന്നുമല്ല. നോക്കൂ, സോറി എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്. ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്. ഐ ആം സോറി. ഐ ആം സോറി വേണമെങ്കിൽ ആയിക്കോട്ടെ. എനിക്ക് വളരെ വിഷമമുണ്ട്. ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്. ഇനി ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. അറിയാതെ ചെയ്ത, അല്ലാതെ തമാശയ്ക്ക് ചെയ്തപ്പോൾ അങ്ങനെ ആയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ ഐ ആം സോറി, ഐ വിൽ നെവർ. ഞാൻ ഒരിക്കലും അതിന് ആവർത്തിച്ച് ചെയ്യില്ല എന്നാണ് ഐ ആം സോറി, ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്. പിന്നെന്താ? ഐ ആം സോറി, ഐ മിസ്അണ്ടർസ്റ്റുഡ് യു. ഐ misunderstood. I misunderstood you. I am sorry, I misunderstood you. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. I am sorry, I misunderstood you. പിന്നെന്താ പറയണ്ടത്? മുമ്പ് പഠിച്ചേ പ്ലീസ് എക്സ്ക്യൂസ് മീ. അത്രയും ചേർത്തി പറയാം. I am sorry, I misunderstood you. Please excuse me. ആദ്യത്തോ ഐ ആം സോറി, ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്, പ്ലീസ് എക്സ്ക്യൂസ് മീ ഓർ പ്ലീസ് പാർഡൺ മീ. അത് പഠിച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്തി പറയുക. ഐ ആം സോറി, എനിക്ക് വളരെ വിഷമമുണ്ട്. ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്. ഞാൻ ഒരിക്കലും ഇത് ആവർത്തിച്ച് ചെയ്യില്ല, അല്ലെങ്കിൽ ആവർത്തിച്ച് പറയില്ല.
പ്ലീസ് എക്സ്ക്യൂസ് മീ, അത് ആദ്യം പഠിച്ചിട്ട് ഐ ചേർത്തി പറയാം. അല്ലെങ്കിൽ പ്ലീസ് പാർഡൺ മീ ഓർ ഐ ബെഗ് യുവർ പാർഡൺ, ഐ ചേർത്തി പറയാം. പിന്നെ ഐ ആം സോറി ഐ മിസ്അണ്ടർസ്റ്റുഡ് യു, എനിക്ക് വളരെ വിഷമമുണ്ട്, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ആരോ പറഞ്ഞപ്പോ അങ്ങനെ തെറ്റിദ്ധരിച്ച, നിങ്ങള് അങ്ങനത്തെ വ്യക്തിയല്ല, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. പ്ലീസ് എക്സ്ക്യൂസ് മീ ഓർ എക്സ്ക്യൂസ് മീ പ്ലീസ് ഓർ പ്ലീസ് പാർഡൺ മീ ഓർ ഐ ബെഗ് യുവർ പാർഡൺ. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാം. എങ്ങനെയാത് പറയും? ഞാൻ മാപ്പ് ചോദിക്കുന്നു, അതെങ്ങനെ പറയാം നോക്കൂ. ഐ ആം അപ്ലോജൈസിങ് ഐ ആം അപ്ലോജൈസിങ് ടു യു, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇതിനെ രണ്ടിനുമാണത്. എങ്ങനെ? ഐ ആം സോറി ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്, ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല, നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ്. ഐ ആം അപ്ലോജൈസിങ് യു, ഐ ആം അപ്ലോജൈസിങ് ടു യു, ഐ ആം അപ്ലോജൈസിങ് ടു യു. അടുത്തോ, ഐ ആം സോറി ഐ മിസ്അണ്ടർസ്റ്റുഡ് യു, ഐ ആം അപ്ലോജൈസിങ് ടു യു, ഞാൻ താങ്കളോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ താങ്കളോട് മാപ്പ് ചോദിക്കുന്നു. അതിനൊക്കെ ഒരേ വാചകം തന്നെ. ഐ ആം അപ്ലോജൈസിങ് ടു യു. മനസ്സിലായോ? ഐ ആം സോറി ഐ ആം അപ്ലോജൈസിങ് ടു യു, ഐ ആം സോറി ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ് ഓർ ഐ മിസ്അണ്ടർസ്റ്റുഡ് യു, ഐ ആം അപ്ലോജൈസിങ് ടു യു, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ പറയാം. ഇത്ര വാക്ക് പഠിച്ചാൽ മതി പിന്നെ. മനസ്സിലായോ? അപ്പൊ കഴിഞ്ഞ എപ്പിസോഡും ഈ എപ്പിസോഡും നല്ല മനസ്സിലാക്കുക. ഇനി പറയാനുള്ളത് വേറെ പ്രത്യേകത എന്താ? നാവ് വഴങ്ങി കിട്ടാൻ വേണ്ടി ഒരു ടിപ്സ് പറയാം. എന്താണെന്നറിയോ? അത് നിങ്ങൾക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങള് നോക്കൂ. നാവ് വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണത്. മനസ്സിലായോ? ബെറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിക്കോട്ടെ, ലേഡി. ബെറ്റി ബോട്ട് സം ബട്ടർ, ബെറ്റി കുറച്ച് വെണ്ണ വാങ്ങി. ബെറ്റി ബോട്ട് സം ബട്ടർ ബട്ട് ഇറ്റ് വാസ് ബിറ്റർ, പക്ഷെ അത് നല്ല കയ്പുള്ളതായിരുന്നു. ബെറ്റി എന്താണ്? കുറച്ച് വെണ്ണ വാങ്ങി. ബെറ്റി ബോട്ട് സം ബട്ടർ ബട്ട് ഇറ്റ് വാസ് ബിറ്റർ, BETTER. So she also bought some better butter. അതുകൊണ്ട് കുറച്ചും കൂടിയും ഒരു നല്ല വെണ്ണ വാങ്ങി. കുറച്ചും കൂടി നല്ല വെണ്ണ വാങ്ങി. ആദ്യം വാങ്ങി കുറച്ച് വെണ്ണ, അത് കയ്പുള്ളതായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? പിന്നെയും കുറച്ച് നല്ല വെണ്ണയും കൂടി വാങ്ങി. എന്നിട്ടോ, ടു മേക്ക് ദ ബിറ്റർ ബട്ടർ ബെറ്റർ, ആ കയ്പുള്ള ബട്ടറിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ആ കയ്പുള്ള ബട്ടറിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെണ്ണയും കൂടി വാങ്ങി. അതെല്ലാം കലർത്തി നടത്താം. ഇത് നാവ് വഴങ്ങാൻ വേണ്ടി വെറുതെ ഒരു ഇത് ഉണ്ടാക്കിയതാ. മനസ്സിലായോ? നാവ് വഴങ്ങി കിട്ടാൻ വേണ്ടി വെറുതെ ഒരു ടിപ്സ്. നോക്കൂ.
Betty bought some butter, but it was bitter. So she also bought some better butter to make the bitter butter better. എന്ന് പറഞ്ഞ് ശീലിക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു 100 പ്രാവശ്യം പറയുക. മനസ്സിലായോ? ഒരേ ദിവസമല്ല, ഇടയ്ക്കിടെ ഇത് പറയുക. അപ്പൊ എന്താ? Betty bought some butter, but it was bitter. So she also bought some better butter to make the bitter butter better. എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നാം ഇങ്ങനെ വഴങ്ങി കിട്ടും. മനസ്സിലായി? ഇതുപോലെ പലതും ഉണ്ട്. ഇപ്പൊ ഇത് പഠിച്ചു വെക്കുക. Once more, Betty bought some butter, but it was bitter. So she also bought some better butter to make the bitter butter better. എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് ശീലിക്കുക. ഒന്നും കൂടി പറയാം. Betty bought some butter, but it was bitter. So she also bought some better butter to make the bitter butter better. എന്ന് പറഞ്ഞ് ശീലിക്കുക. മനസ്സിലായോ? നാവ് വഴങ്ങാൻ വേണ്ടിയിട്ട് അത് ആർക്കും ശീലിക്കാം. ഒന്നും പഠിക്കാത്തവർക്കും ഒരു 10 പ്രാവശ്യം അത് പറഞ്ഞാൽ അത് വരും. അത് വെറുതെ അത് പറഞ്ഞു വയ്ക്കുക. മനസ്സിലായോ? ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് എപ്പിസോഡ് നോക്കുമ്പോൾ കാണുമല്ലോ, അത് നോക്കി അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, വാട്ട് ഡു യു വാണ്ട്? വാട്ട് ഡു യു വാണ്ടിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വാട്ട് ഡു യു വാണ്ട് എന്ന് അറിയാത്തവരാരുമില്ല. കാരണം ചെറുപ്പം മുതലേ അത് കേട്ട് 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 വാട്ട് ഡു യു വാണ്ട്, വാട്ട് ഡു യു വാണ്ട് എന്ന് അറിയാത്തവരാരുമില്ല. അതേ സമയത്ത് വാട്ട് ഡു യു വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു വാണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതേ സമയത്ത് അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളത് എവിടെയും കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല എന്ന് ആരും പറഞ്ഞു കേൾക്കാറില്ല. പ്രത്യേകിച്ച് ഈ മലയാളം മീഡിയം സ്കൂളിലൊന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്താണെന്ന് എനിക്കറിയില്ലോ. മനസ്സിലായോ? അപ്പോൾ മലയാളം മീഡിയം സ്കൂളിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഞങ്ങൾ SLC വരെ. വാട്ട് ഡു യു വാണ്ട് നിറയെ കേട്ടിട്ടുണ്ട്. അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളതിന് എന്ത് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് യു, യു ഹാവ് ടു യൂസ് ദേ. യുവിനെ പകരം എന്ത് ചെയ്യണം? യുവിനെ പകരം അവിടെ ദേ ഉപയോഗിക്കുക. യുവിന് പകരം ദേ എന്ന് പറഞ്ഞാൽ എന്താ? അവർ. അപ്പൊ യൂസ് ഇവിടെ എന്താണ്? യുവിന് പകരം ദേ. വാട്ട് ഡു യു വാണ്ട് എന്നുള്ളതിന് പകരം യുവിന് പകരം വാട്ട് ഡു യു വാണ്ട് എന്നുള്ളതിന് പകരമല്ല, വാട്ട് ഡു യു വാണ്ടില് യുവിന് പകരം ദേ ഉപയോഗിക്കുക. അപ്പോഴോ വാട്ട് ഡു ദേ വാണ്ട്, അവർക്ക് എന്താ വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്, വാട്ട് ഡു ദേ വാണ്ട്. അതങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ മതി. വാട്ട് ഡു ദേ വാണ്ട്. പിന്നെ അടുത്ത എന്താണ്? അവൻ എന്താ വേണ്ടത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ വേണ്ടത്? അവൻ, അദ്ദേഹം എന്നുള്ളതിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തൊന്നുമല്ല. അതിന് ഹീ എന്നാണ്. മനസ്സിലായോ? അറ്റ് ദ സെയിം ടൈം അപ്പൊ ഡൂവിനെ പകരം എന്ത് എഴുതണം? ഡസ് എഴുതണം. ഡസ് എഴുതണം. വാട്ട് ഡസ് ഹീ വാണ്ട്? ഹീ വേണം. അപ്പൊ വാട്ട് ഡു യു വാണ്ട്, വാട്ട് ഡു ദേ വാണ്ട്, വാട്ട് ഡസ് ഹീ വാണ്ട്. അതേപോലെ ഷീയും വാട്ട് ഡസ് ഷീ വാണ്ട്. അവൾക്ക് എന്താ വേണ്ടത്, ഇല്ലെങ്കിൽ ആ അമ്മയ്ക്ക് എന്താ വേണ്ടത്, ഇല്ലെങ്കിൽ ആ മേഡത്തിന് എന്താ വേണ്ടത്? വാട്ട് ഡസ് ഷീ വാണ്ട്, വാട്ട് ഡസ് ഷീ വാണ്ട്. അതേപോലെ അതിനെന്താ വേണ്ടത്? ആ പശുവിന് എന്താ വേണ്ടത്? ആ പൂച്ചയ്ക്ക് എന്താ വേണ്ടത്? ആ ആനയ്ക്ക് എന്താ വേണ്ടത്? അല്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് എന്താ, ആ ബാങ്കിന് എന്താ വേണ്ടത്? ആ പാർട്ടിക്ക് എന്താ വേണ്ടത്? മനസ്സിലായോ? അതിനൊക്കെ ഇറ്റ് എന്ന് പറയാം. അതിനും ഡസ് തന്നെ. വാട്ട് ഡസ് ഇറ്റ്. അപ്പൊ പറഞ്ഞോളൂ. വാട്ട് ഡു യു വാണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വാട്ട് ഡു ദേ വാണ്ട്, അവർക്ക് എന്താ വേണ്ടത്? വാട്ട് ഡസ് ഹീ വാണ്ട്, അവന് എന്താ വേണ്ടത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ വേണ്ടത്? വാട്ട് ഡസ് ഷീ വാണ്ട്, അവൾക്ക് എന്താ വേണ്ടത്, ഇല്ലെങ്കിൽ ആ അമ്മയ്ക്ക് എന്താ വേണ്ടത്, ഇല്ലെങ്കിൽ ആ മാഡത്തിന് എന്താ വേണ്ടത്? ഇതടക്കം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഗോ ത്രൂ ദ 2 episodes which I taught you. എന്നിട്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഓക്കെ, see you all the best. See you again.